ചലഞ്ച് ആണ് ലാംഗ്വേജ് ചലഞ്ച്. അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് ലോട്ട് ഇടും. അതിൽ 2 ലോട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ഒന്ന് തമിഴ്, ഒന്ന് ഇംഗ്ലീഷ്. അപ്പോൾ അടുത്ത് വീണ്ടും നമ്മൾ ലോട്ട് അതിൽ 10 ലോട്ട് ഉണ്ടായിരിക്കും. അതിൽ ഓരോ സബ്ജക്ട്സ് ഉണ്ടായിരിക്കും. അതിൽ ഏത് സബ്ജക്റ്റ് ആണോ നമ്മൾ എടുക്കണം അതിനെപ്പറ്റി നമുക്ക് കിട്ടിയിട്ടുള്ള ലാംഗ്വേജിൽ 5 സെൻറ്റൻസ് പറയണം. അതാണ് ടാസ്ക്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ. നമ്മുടെ കയ്യിൽ 2 നോട്ടുണ്ട്. ഒന്ന് തമിഴ്, ഒന്ന് ഇംഗ്ലീഷ് ആണ്. ഇതിൽ ആർക്കാണ് ഏത് കിട്ടുന്നത് നോക്കാം. ഇംഗ്ലീഷ് അപ്പൊ ഓക്കെ, നമുക്ക് കിട്ടിയിട്ടുള്ള ലാംഗ്വേജ് ഇതിന്റെ 2ാമത്തെ ലെവലുണ്ട്. അതിൽ നമ്മൾ ഈ ലാംഗ്വേജ് സ്വിച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ 10 സബ്ജക്ട്സ് ഉണ്ട്. വളരെ ടഫായിട്ടുള്ള സബ്ജക്റ്റ് ആണ്. യൂണിഫോം. ഫസ്റ്റ് തമിഴ് കിട്ടിയ ആള് തന്നെ പറഞ്ഞു തുടങ്ങി. തമിഴ് തുടങ്ങും. 5 സെൻറ്റൻസ് പറഞ്ഞാൽ മതി. നീഡിലിനെ പറ്റി, നീഡിൽ മീൻസ് സൂചി, അതിനെ പറ്റി 5 സെൻറ്റൻസ് പറയണം. ഗൈസ് പറയാം. അങ്ങനെ പറയാൻ പറ്റില്ലേ? നീഡിൽ യൂസ് പண்றது ഇംഗ്ലീഷ് കൂടുതൽ യൂസ് ചെയ്യാൻ പാടില്ല. യൂസ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. നീഡിൽ ഉപയോഗിക്കുന്നത് തയ്ക്കുന്നതുക്കും കുത്തുന്നതുക്കും இன்ஜெக்ஷனுக்கு யூஸ் பண்ணிட்டு இருக்கேன். டாக்டர்ஸ் இன்ஜெக்ஷன் யூஸ் பண்ணிட்டு இருக்கேன். டெய்லர்ஸ் தையலுக்கு யூஸ் பண்ணிட்டு இருக்கேன். 2 പോയിന്റ് ആയിട്ട് 3 ഫസ്റ്റ് ഞാൻ പറഞ്ഞു നീഡിൽ തയ്ക്കുന്നവർക്കും കുത്തുന്നവർക്കും യൂസ് பண்ணிட்டு இருக்கேன். അടുത്ത് ഞാൻ പറഞ്ഞു തയ്ക്കുന്നവർ യൂസ് ചെയ്യുന്നു, ഡോക്ടർ യൂസ് ചെയ്യുന്നു. 3 പോയിന്റ്. 3 പോയിന്റ് ഗൈസ്. 2 പോയിന്റ് കണ്ടുപിടിക്കണം. നീഡിൽക്ക് മൂർച്ച ഇറുക്കെ. നീഡിൽ ചെറുതായിരിക്കെ. அதுக்கு വലുതും ചെറുതുമാണ് സൈസ് ഇറുക്കെ. അടുത്ത് ഞാൻ യൂണിഫോം വെച്ചിട്ടാണല്ലേ. ഓ, ഇവളെ പറഞ്ഞ സമയത്ത് ഞാൻ ചിന്തിച്ചൂടി. അത് എളുപ്പമാണ്. ഇംഗ്ലീഷ് എളുപ്പമാണ്. Every school there is a must uniform. ഇല്ലാത്ത യൂണിഫോം ഉണ്ട്. പക്ഷേ ഇല്ലാത്ത സ്കൂളുണ്ട്. Uniform is the important factor for every student. Factor. I also used uniform. അത് കുഴപ്പമില്ല. ഓ, ജനിച്ച കുട്ടികളൊന്നും യൂസ് ചെയ്യാൻ പോകുന്നുണ്ട്. I used 3 items of uniforms. Five kinds of uniforms. Last point അല്ലേ? So many types of uniforms are there. ഓക്കെ, അപ്പൊ നമ്മളെ ഫസ്റ്റ് ലെവൽ കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അപ്പൊ നമുക്ക് നേരെ സെക്കൻഡ് ലെവലിലേക്ക് പോകാം ഗൈസ്. അപ്പൊ നമ്മുടെ ലാംഗ്വേജ് സ്വിച്ച് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ തമിഴ്, ഇംഗ്ലീഷ് ആയിരിക്കും. അപ്പൊ നീ ആദ്യം എടുത്തോ. ഞാൻ കിട്ടിയിട്ടേ ഭയങ്കര പാടാ. തമിഴാവാത്തൊരു സുഖം. പറയാം. അപ്പം എനിക്ക് വാൽമാക്രി കിട്ടി. ഞാൻ പെട്ടു.
അപ്പൊ ഇനി ഞാൻ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന സമയം കൊണ്ട് അവളെ ചിന്തിച്ച് കൂട്ടും. സോ ഞാൻ പറയാം. Tadpole looking like my sister Drisha. അതൊരു പോയിന്റ് ആണ്. അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് പറ്റും. Tadpole have a tail. ഇല്ല അത് 2. ഇല്ല 1. അത് 2. നീ Tadpole ആണ് ഇപ്പോ. 2 1 അല്ല. Tadpole is living in water bodies, looking like small fishes. Okay. 3 point. Tadpole is kids of frog. Okay. Yeah, stuttering. ഇനി ഒന്നും കൂടെ ഉണ്ട്. നീ ഞാനല്ല. നീ തന്നെ. പാലുണ്ടെന്ന് പറഞ്ഞ്. അടുത്ത് തവളയുടെ കുട്ടിയാണെന്ന് പറഞ്ഞ്. മീനിനെ പോലെ ഇരിക്കുന്ന വെള്ളത്തിലാണ് 5. നീ ഞാൻ തമിഴ് തമിഴല്ല. பொண்ணுங்களுக்கு தான் அந்த நெயில் பாலிஷ். അത് ഇംഗ്ലീഷാണ്. നെയിൽ போடுவேன். രണ്ടാമത്തെ பலதான நிறங்களால் இருக்குது அந்த நெயில் பாலிஷ். 2. മൂന്നാമത്തത് കൊച്ചു കുളന്തൈ മുതൽ നിന്റെ മാമന കൊച്ചു കുളന്തൈ നെയിൽ പോളിഷ് പോടുവേ. അടുത്ത നാലാമത്തെ ഫസ്റ്റ് എന്താ പറഞ്ഞേ? നെയിൽ പോളിഷ് പെൺകുട്ടികളാണ് ഉപയോഗിക്കുന്നത്. അടുത്ത് ഒരുപാട് കളേഴ്സിലുണ്ട്. ചുറ്റുകൾ യൂസ് ചെയ്യും. 4ാമത്തെ പോയിന്റ് അല്ലേ? മൂന്നാമത്തെ പോയിന്റ്. പിന്നെ 4ാമത്തെ പോയിന്റ്. 4ാമത്തെ പോയിന്റ് അടുത്ത പോയിന്റ്. അത് പോയിന്റ് അല്ല. അതേത് പോയിന്റ്? சில நெயில் பாலிஷ்க்கு ரொம்ப வாசனை இருக்கு. நல்ல மணமுள்ள നെയിൽ പോളിഷ് ഉണ്ട് ഗൈസ്. അടുത്ത ലാസ്റ്റ് മണക്കണം കണ്ടിട്ടില്ല. ഉണ്ട്. അഞ്ചാമത്തത് പോലീസ് നെയിൽ പോളിഷ്. എനിക്ക് ഉറക്കം കഴിഞ്ഞു. 2 നേരം 2,000 years later. നെയിൽ പോളിഷ് കൈക്കുള്ളയും കാൽക്കുള്ളയും പോടാം. കയ്യിലും മലയാളമാണ്. മലയാളമാണ്. നഖത്തിലും നഖങ്ങളിലും നെയിൽ പോളിഷ് കൈകളിലും കാലുകളിലും പോടാം. അഞ്ച് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. ആഫ്റ്റർ 200 days. അപ്പൊ നമ്മളെ ചാലഞ്ച് തീരാണ് ഗൈസ്. അതൊക്കെ പറയാം. ഇനി കുറച്ച് പേപ്പേഴ്സും കൂടെ. നമ്മൾ 4 എടുത്തിരുന്ന്
ഒന്ന് ടാഡ്പൂള്, നെയിൽ പോളിഷ്, നീഡില്, യൂണിഫോം. യൂണിഫോം 4 എടുത്ത്. ഇനി ബാക്കി എത്ര? 6 അല്ല 6 എണ്ണം ഉണ്ട്. അപ്പൊ നമുക്ക് അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇങ്ക് ഗൈസ്, ഇങ്ക്. ഓ മൈ ഗോഡ്, തമിഴ് കിട്ടിയ സിംബ. സിംബ 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 ആരും അറിവിടാത്തവരുണ്ടോ ഗൈസ്? നമ്മുടെ വീട്ടിലെ കൊച്ചു കുട്ടിയാണ് ഗൈസ് സിംബ. വീഡിയോ എടുത്തിട്ടുണ്ട്, ചെന്ന് നോക്കൂ. നമ്മുടെ യൂട്യൂബ് ചാനലില് സിംബയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഹിന്ദിയെ പറ്റി തമിഴിൽ എങ്ങനെ പറയും, ഹിന്ദിയെ പറ്റി ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? ഇത് ഞാൻ എടുത്തായിരുന്നു. ഫാൻ. ഏത് ഫാനാണ് ഉദ്ദേശിച്ചത് കുട്ടി? ഓ മൈ ഗോഡ്, അടുത്ത കമ്പ്യൂട്ടർ. കുഴപ്പമില്ല ഗൈസ്, നമ്മള് വിജയിച്ചിരിക്കുകയാണ്. ഇത് മത്സരമായിരുന്നില്ല, സോ വിജയിച്ചില്ല. രണ്ടിനും പറഞ്ഞു ഗൈസ്, എല്ലാരും പറഞ്ഞു. പക്ഷെ ഇയാള് 2000 വർഷങ്ങൾക്ക് ശേഷമാണ് പറഞ്ഞത്. ഞാൻ എന്നാലും പറഞ്ഞ് എന്നാലും തത്തിപ്പിത്തി എന്ത് പറഞ്ഞെന്ന് നമുക്ക് എന്നറിഞ്ഞൂടാ. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ അതിൻ്റെ ആവാൻ സമയമായിരിക്കുന്നു സുഹൃത്തുക്കളെ. ഇനിയും നമ്മൾ നല്ല നല്ല ചലഞ്ചസ് ആയിട്ട് ഇനിയും വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ